എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജി തോമസ് കുട്ടി. ഞാൻ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ തലവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ 1983 മുതൽ 91 വരെയുള്ള വർഷങ്ങൾ ദുബൈയിൽ ഒരു പ്രവാസിയായി ജീവിപ്പാൻ ദൈവമിടയാക്കി. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. പഠനത്തോടൊപ്പം തന്നെ മാതാപിതാക്കളോട് ചേർന്ന് കൃഷിവൃത്തിയിലും പ്രവർത്തിച്ചു വന്നു. 10ാം ക്ലാസ് പാസ്സായ ശേഷം തുടർന്ന് പഠിപ്പാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഉണ്ടായിരുന്നു. പഠനം ആരംഭിച്ചു പ്രീ ഡിഗ്രി. എന്നാൽ ഭവനത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നെ വല്ലാതെ ചിന്തയിലാക്കുകയും എൻ്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസമായി തീർന്നാൽ നന്നായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് 1978 ജോലി അന്വേഷിച്ച് ഡൽഹിയിലേക്ക് പോകുവാനും 78 മുതൽ 83 വരെയുള്ള വർഷങ്ങൾ വടക്കേന്ത്യയിൽ പലയിടങ്ങളിലും ജോലിയിലായിരുന്നു. ഡൽഹിയിൽ ഞാൻ ജോലി ആരംഭിക്കുന്നത് ഒരു വെൽഡിങ്ങിൻ്റെ ഹെൽപ്പറായിട്ടാണ്. എനിക്ക് വാസ്തവത്തിൽ തൊഴിലറിയില്ല. എന്നാൽ അവിടെ നിന്ന് 4-5 വർഷം കൊണ്ട് വെൽഡിങ് എന്ന ജോലി പഠിക്കുവാനും ഡൽഹിയിലും പിന്നീട് ഭിലായ് സ്റ്റീൽ പ്ലാന്റിലും തുടർന്ന് ബിലാസ്പൂർ കോർബ എന്ന സ്ഥലത്തെ ഒരു തെർമൽ പവർ പ്ലാന്റിൽ, അതിനുശേഷം നാഗപ്പൂരിൽ അവിടെയുള്ള ഒരു പെഞ്ച് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന ഒരു പ്രോജക്റ്റിൽ ഈ ബിൽഡിങ്ങിൽ തന്നെ ജോലിയിൽ ഏർപ്പെടാനിടയായി. ഇങ്ങനെ ഒരു 5 വർഷം ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തു. എന്നാൽ അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെയോ എൻ്റെ സഹോദരങ്ങളെയോ സഹായിക്കാനുള്ള ഒരു വഴി ഉണ്ടായില്ല. എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുമെന്നതിൽ കവിഞ്ഞ് വലിയ പ്രയോജനമുണ്ടാകാതെ വന്നപ്പോഴാണ്, അന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, ഗൾഫിലേക്കും ഇങ്ങനെ പോയാൽ ലഭിക്കുന്ന നന്മ കൊണ്ട് എൻ്റെ ഭവനത്തിന്, ഞാൻ പറഞ്ഞ പോലെ മാതാപിതാക്കൾക്കും എനിക്ക് മൂത്തൊരു സഹോദരി, ഇളയ 3 സഹോദരങ്ങൾ, ഒരു സഹോദരനും 2 സഹോദരിമാർക്ക് അവരുടെ പഠനം, വിവാഹം, ഇങ്ങനെ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയാലും എന്തെങ്കിലും പ്രയോജനമാകുമല്ലോ എന്ന് കരുതി അങ്ങനെ ആഗ്രഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും, എൻ്റെ മാതാപിതാക്കൾ ബാല്യകാലത്തിൽ എന്നെ ആത്മീയമായി ദൈവത്തിൻ്റെ കൃപയിലും സ്നേഹത്തിലും വളർത്തിയതുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 1983 ഓഗസ്റ്റ് മാസം ദുബൈയിലേക്ക് കടന്നു പോകുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അവിടെ 91 വരെയുള്ള 8 വർഷങ്ങൾ ജോലിയിൽ ആയിരുന്നു. അങ്ങനെ 83 ഓഗസ്റ്റ് മാസം 31-ാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ ദുബൈയിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ സുഖസമൃദ്ധിയാണെന്നൊക്കെ ആയിരുന്നു എൻ്റെ ചിന്തയും അന്നത്തെ പരിമിതമായ അറിവും. എന്നാൽ പ്രത്യേകിച്ച് ഇതുപോലൊരു ഓഗസ്റ്റ് മാസം തീച്ചൂളയിലേക്ക് ചെന്നിറങ്ങിയതുപോലെയാണ് അനുഭവം. ചൂട് അത്ര കഠിനമായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കമ്പനിയിൽ ചെന്നു. രാവിലെ ചെന്നപ്പോൾ ഇന്ന് ജോലിക്ക് ഇറങ്ങുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അതിന് തയ്യാറായി ആദ്യത്തെ ദിവസം തന്നെ ജോലി പ്രവേശിച്ചു. അതികഠിനമായ ചൂട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് എൻ്റെ അന്നത്തെ പ്രവർത്തന മേഖല. അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നേരത്തെ വെൽഡിങ് ചെയ്തു വന്നത് സ്റ്റീൽ വർക്കിലാണല്ലോ വെൽഡിങ് നടക്കുന്നത്. അതേ വർക്കിൽ തന്നെ പ്രവേശിക്കുകയും അങ്ങനെ സ്റ്റീലിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് RCC എന്നൊക്കെ പറയുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് പോയി. ആദ്യം ഒരു ഭാഗത്ത് നിർധനരായ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്നെ അവിടെ മുൻപോട്ട് പോകാൻ നിർബന്ധിച്ചു. പക്ഷേ മറുഭാഗത്ത് അവിടുത്തെ കഠിനമായ ചൂടും അവിടുത്തെ ജീവിത സാഹചര്യം ഒരു വിധത്തിലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിയിലും എന്നെ കൊണ്ടെത്തിച്ചു. രണ്ടിനും മധ്യത്തിൽ ഞാൻ വല്ലാതെ വിഷമിക്കുകയും ദൈവത്തോട്, ഞാൻ പറഞ്ഞല്ലോ ബാല്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ
ആ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ഭക്തിയിലും വളർത്തി വന്നതുകൊണ്ട് ദൈവത്തോടെ വളരെ പ്രാർത്ഥിച്ചു. എൻ്റെ സ്നേഹിതരായ ചിലർ എന്നെ കാണാൻ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോയത് അല്പം കടമൊക്കെ എടുത്ത് പണം കണ്ടെത്തിയാണ്. കഷ്ടിച്ച് ആ പണം തിരികെ നൽകി അടുത്ത ദിവസം എനിക്ക് നാട്ടിലേക്ക് മടങ്ങി പോകണം എന്നുള്ള ചിന്തയും അങ്ങനെ ഞാൻ പലരോടും പറയുകയും ചെയ്യുണ്ടായി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റായി വളരെ ഒരു ധൈര്യം എനിക്ക് ലഭിച്ചു മുൻപോട്ട് പോകാൻ കഴിയുമെന്ന്. അങ്ങനെ 8 വർഷങ്ങൾ അവിടെ അതേ ജോലിയിൽ തുടരാനിടയായി. ആദ്യത്തെ ഒരു 3 വർഷം ജോലിയുടെ പ്രാരംഭ നാളുകൾ എന്ന നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ആ കമ്പനിയുടെ ഒരു സൈറ്റിൻ്റെ ഫോർമാനായിട്ട് ഉയർത്തി. എനിക്ക് വളരെ സന്തോഷമുള്ളത്, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഫോർമാനായിട്ട് നിന്ന വ്യക്തിയും മറ്റൊരു നീളം പറയല്ല, എൻ്റെ കീഴിൽ പിന്നീട് ജോലി ചെയ്യത്തക്ക നിലയിൽ ദൈവം എന്നെ ഉയർത്തി. അതിന് പിന്നിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയും ആയിരുന്നത് എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. നാം ഏത് നിലയിലും വളർന്നു വരുന്ന മുന്നേറുന്ന ദൈവത്തിൻ്റെ സഹായത്താലാണല്ലോ. അങ്ങനെ ദൈവം എന്നെ അവിടെ സഹായിച്ചു. അവിടെ ഒരു ഭാഗത്ത് ജോലിയുടെ ബന്ധപ്പാടുകൾ നമുക്കറിയാം. 6 ദിവസങ്ങൾ ഞങ്ങൾക്ക് ജോലി ചെയ്യണമായിരുന്നു. വെള്ളിയാഴ്ച എന്ന ഒരു ദിവസം ചിലപ്പോൾ ഓവർ ടൈമുണ്ട്, ചിലപ്പോൾ ജോലി കാണുകയില്ല. അന്ന് ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമാണ് ഒരു അവധി ലഭിക്കുന്നത്. എന്നാൽ ഈ 6 ദിവസത്തെയും കഠിനമായ ജോലിയുടെ ഭാരവും ക്ഷീണവും ഒരർത്ഥത്തിൽ പേശിവേദനയും എല്ലാം തീർക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8:30 മണി 9 മണി വരെ നടക്കുന്ന ഒരു ആരാധന കൂടിവരവ് അവിടെ ഉണ്ട്. ആ കൂടിവരവിൽ പോയി സംബന്ധിക്കുമ്പോഴാണ് ഇതെല്ലാം മറക്കുന്നത് അല്ല മാറുന്നത് എന്ന് തന്നെ പറയാം. 2.5 മണിക്കൂറോ 3 മണിക്കൂറോ നമ്മുടെ ദൈവസഭയിൽ ദൈവമക്കളുമായിട്ട് വിളിച്ചുമ്പോൾ ആത്മീയ കൂട്ടായ്മ ആരാധന എന്നുള്ളത് ഒരു പുതിയ ബലം, ശരീരത്തിന് തന്നെ പുതിയ ചെയ്യുന്നതിനും ആത്മാവിനും മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചവനാണ്, ശരീരത്തിനും അത് പുതിയ ചൈതന്യം ബലമായി. ശനിയാഴ്ച രാവിലെ ജോലിക്കിറങ്ങുന്നത് പുതിയ ബലത്തോടും ഓജസ്സോടും കൂടിയാണ്. അങ്ങനെയുള്ളൊരു നല്ല ആത്മീയ അനുഭവം എനിക്കവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കുമെന്ന്. അതേ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഇവിടെ നാട്ടിലായിരിക്കുന്നതിനേക്കാൾ തികച്ചും ആത്മീയമായി അല്ലെങ്കിൽ ദൈവമായുള്ള ബന്ധത്തിൽ ഒരുപാട് തലങ്ങളിലേക്ക് ഉയരാൻ, ദൈവത്തെ വാസ്തവത്തിൽ അനുഭവിച്ച് തന്നെ അറിയുവാൻ എനിക്കവിടെ വെച്ച് ഇടയായിത്തീരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെയുള്ള പല സന്ദർഭങ്ങൾ, പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഉണ്ട്. അവിടെ എൻ്റെ ജോലി ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ സ്റ്റീൽ വർക്കായിരുന്നു. സ്റ്റീൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പിയുടെ പണിയാണ്. ഇത് നമുക്ക് നാട്ടിൽ കാണുന്ന പോലെ 8 mm മുതൽ മുകളിലോട്ട് 25 mm 1 ഇഞ്ച് കനം വരെയുള്ള കമ്പികളുണ്ട്. ഇത് ഒരു കമ്പി 12 മീറ്റർ അഥവാ 40 അടി നീളമുള്ളതാണ്. ഒരു കമ്പി തന്നെ 20, 22, 25 കിലോ വരെ ഭാരമുള്ളതാണ്. ഇതെല്ലാം ഞങ്ങൾ 1-2 പേര് കൂടി ചുമന്ന് ഓരോ ഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കണം. ആദ്യം അതായത് ഒരു 3 വർഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജോലിക്കാരനായിട്ട്, പിന്നീട് എൻ്റെ ഫോർമാൻ ആയപ്പോൾ പിന്നെ മറ്റുള്ളവരും കൂടെ ചെയ്യിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ആ 3 വർഷം ഈ കമ്പി ചുമക്കുക, ഓരോ ഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കുക, അപ്പോൾ തന്നെ ഇതിനെ റിങ് രൂപത്തിലും പല ഭാഗങ്ങളിലും വളച്ചെടുക്കുക, അന്നെല്ലാം മാനുവലാണ്. എല്ലാം കൈകൊണ്ട് ലിവർ കൊണ്ട് ചെയ്യുന്ന പണിയാണ്. പിന്നീടൊക്കെ ഒടുവിലൊക്കെ ആയപ്പോഴേക്കും എല്ലാത്തിനും മെഷീനായി. പിന്നീട് മെഷീൻ കൊണ്ട് അതെല്ലാം ചെയ്യാനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടായി. ഇപ്പോഴും എല്ലാം മെഷീൻ വർക്കാണ്. എന്നാൽ അന്ന് എല്ലാം മാനുവലാണ്. എന്നിട്ട് ഈ ചൂട് കാലത്ത്, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസങ്ങളാണ് ഏറ്റവും അതികഠിനമായ ചൂട്. പലപ്പോഴും ഞാൻ അതിശയോക്തി പറയുകയല്ല, എൻ്റെ ചുമലിൽ ആ ചൂട് പഴുത്ത കമ്പികൾ എടുത്തു വെച്ച് പർപ്പടകം നാം പൊള്ളിക്കുമ്പോൾ പൊള്ളി ഇളകുന്ന പോലെ എൻ്റെ ചുമല് പൊള്ളി ഇളകിയിട്ടുണ്ട്, അനുഭവങ്ങളുണ്ട്. അതുപോലെ ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസങ്ങളിൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആ അതികഠിനമായ ചൂട് നിമിത്തമുള്ള ആവി. കഴിഞ്ഞ ദിവസം ഞാൻ ചിലരോട് സംസാരിക്കുകയുണ്ടായി.
തലയിൽ നിന്ന് വിയർത്ത് ഒഴുകി താഴെ വസ്ത്രത്തെ ഉള്ളിൽ കൂടെ കാലിൽ കൂടെ ഒഴുകി ഷൂ ആണ് ഉപയോഗിക്കുന്നത്. ഷൂവിനകത്ത് വിയർപ്പ് നിറയും. നമ്മളൊരു ഷൂ ഇട്ടുകൊണ്ട് മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കരയ്ക്ക് കയറിയാൽ അതെങ്ങനെ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു, അതുപോലെ വിയർപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. 5 പ്രാവശ്യം വരെ ഞാൻ ഷൂ ഊരി അതിലെ വിയർപ്പ് കളഞ്ഞിട്ട് സോക്സ് ഊരി പിഴിഞ്ഞ് അതിന് വീണ്ടും ധരിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 5 സന്ദർഭങ്ങൾ വരെ ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ര കഠിനമായിരുന്നു അവിടുത്തെ ജോലി. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇതോട് ചേർത്ത് ഓർപ്പിക്കട്ടെ. സന്ധ്യയാകുമ്പോൾ റൂമിൽ വന്നാലും റൂമിലെ അന്നത്തെ ജീവിത സാഹചര്യം 83 ഞങ്ങളൊക്കെ അതിനു മുമ്പ് പോയവരും അങ്ങനെ തന്നെയാണ്, കഷ്ടപ്പെട്ടവരാണ്. അന്നത്തെ ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നുള്ളത് കൂടി ഞാൻ പറയുകയാണ്. ഈ ഓഗസ്റ്റ് മാസം ഞാൻ അവിടേക്ക് തീച്ചുളയിൽ പോലെ അനുഭവത്തിൽ ചെന്നിറങ്ങുമ്പോൾ എനിക്ക് താമസിക്കാൻ ലഭിച്ചത് മുകളിൽ ടിൻ ഷീറ്റ് അടിച്ച വീട്. മുകളിൽ ടിൻ ഷീറ്റാണ്, സൈഡിൽ 4 mm അല്ലെങ്കിൽ 4 mm കനമുള്ള പ്ലൈവുഡാണ്. തറയിൽ അല്പം കോൺക്രീറ്റ് ഞങ്ങൾ കുഴച്ചിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡോറുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ വീട്. AC ഇല്ല, കഷ്ടിച്ച് 1-2 ബൾബ് കത്തിക്കാനുള്ള കറണ്ടുണ്ട്. അങ്ങനെയുള്ള റൂമുകളിലാണ് എയർ കണ്ടീഷൻ ഇല്ലാതെ അന്നത്തെ കാലത്ത് ഞങ്ങൾ ജീവിച്ചത്. ആദ്യമൊക്കെ എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റമുണ്ടായി. എല്ലാ ലോകത്തും പുരോഗമനം ഉണ്ടായ കൂട്ടത്തിൽ അവിടെയും ഉണ്ടായി. അത് ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കാനിടയായിത്തീർന്നു. അങ്ങനെ ഒന്നുകിൽ സൈറ്റിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് എന്തെങ്കിലും ആശ്വാസം ഇല്ല. പിന്നെ പകൽ തണലെന്ന് ഞങ്ങൾ സാധാരണ പറയും, ഒരു കാക്ക പറന്നു പോയിരുന്നെങ്കിൽ അതിന് തണലെന്ന് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഒരു കാക്ക പറന്നു പോകുന്ന തണൽ പോലും മരുഭൂമിയില്ലാത്ത സാഹചര്യം. എന്നിട്ട് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സ്വന്തമായിട്ട് ആഹാരം വെച്ച് കഴിക്കുകയും തിളച്ച വെള്ളം, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം തിളച്ച വെള്ളമാണ്. നമുക്ക് കട്ടൻ ചായയൊക്കെ ഇടണമെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ചൂടാക്കേണ്ടതില്ല, അത്ര ചൂടാണ് പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം. ആ വെള്ളത്തിലാണ് കുളിക്കുന്നതും തുണി കഴുകുന്നതുമെല്ലാം. അതും ചെയ്ത് സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിച്ചിട്ടാണ് അന്ന് കിടന്നുറങ്ങേണ്ടത്. ഉറങ്ങാൻ സൗകര്യം, എയർ കണ്ടീഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് പിന്നീട് റൂമിൽ കിടന്നുറങ്ങിയാൽ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പലപ്പോഴും വെളിയും പ്രദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ മണലാരണ്യത്തിൽ പോയി പ്ലൈവുഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്താണ് സാധാരണ കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെയൊക്കെ ആരംഭകാലങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട കാലഘട്ടങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം എപ്പോഴും താങ്ങും തണലും സഹായമായി ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരനുഭവമാണ്, ഒരു പ്രത്യേക അനുഭവമാണ്. അവിടെയെല്ലാം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ 40-ലധികം വർഷങ്ങൾ നടത്തിയ ദൈവം അവിടെ ഞങ്ങളെയും അല്ലെങ്കിൽ എന്നെയും അത്ഭുതമായി നടത്തി. ഈ വേദനകളൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരങ്ങളൊന്നും ഞങ്ങൾ ഓർത്തതേയില്ല. അല്പസമയം പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ഇതൊക്കെ ലഭിക്കുമ്പോൾ അത് ആശ്വാസമാണ്. മറ്റ് ഒരാശ്വാസം എന്നുള്ളത് ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ അത് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും മാതാപിതാക്കളിലും സഹോദരങ്ങൾക്ക് ഒരു ആശ്വാസനായിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് മനസ്സിന് ഒരു പ്രത്യേക സംതൃപ്തിയും ആശ്വാസം ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് ജോലിയുടെ ബന്ധപ്പാടോ ചൂടിൻ്റെ കാഠിന്യമോ അല്ലെങ്കിൽ മറ്റ് കുക്കിംഗ് കാര്യങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളെ അധികം, ഞാനെന്ന് പറയുമ്പോൾ എന്നോടൊപ്പം പല സഹോദരങ്ങൾ, അതിന് ജാതിമത ഭേദമന്യേ അനേകരുണ്ട്, അവരെല്ലാം ഇതേ അനുഭവത്തിലായിരുന്നു. എന്നാൽ പക്ഷേ ഞങ്ങളത് വളരെ സന്തോഷത്തോടാണ് സഹിച്ചത് എന്നിപ്പോഴും സന്തോഷത്തോടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒട്ടനവധി സന്ദർഭങ്ങളിൽ യാത്രയിലും ജോലിസ്ഥലത്തും അപകടങ്ങളുണ്ടാകുകയും അതിൽ ദൈവം അത്ഭുതമായി വിടുവിക്കുകയും ചെയ്ത വിഷയങ്ങൾ എനിക്ക് എടുത്തു പറയാനുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ജോലിസ്ഥലത്ത് 4 നിലയുള്ള ഒരു കെട്ടിടം, 4ാമത്തെ നിലയുടെ പണി നടക്കുകയാണ്. അത് 90-നോടടുത്ത സമയങ്ങളാണ്. 90-നോടടുത്ത സമയത്താണ് ഞാനന്ന് ഫോർമാനായി വർക്ക് ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, കോൺക്രീറ്റിന് വേണ്ടി തട്ടടിച്ചിട്ടിരിക്കുന്ന സ്ലാബിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ കേൾവിക്കാർക്കെല്ലാം അതറിയാം എന്ന് ഞാൻ കരുതുന്നു. പ്ലൈവുഡാണ്, 8 അടി നീളവും 4 അടി വീതിയുമുള്ള പ്ലൈവുഡിലാണ് അവിടെ സാധാരണ കോൺക്രീറ്റിന് തട്ടടിക്കുന്നത്. ഇതിന് ഒരു ഭാഗത്ത് എയർവെൽ എന്ന ഒരു ഭാഗമുണ്ട്. അവിടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ മുകളിൽ വരെ ഓപ്പണായിട്ട് കിടക്കും. എന്നാൽ 4 ഭാഗവും ചുറ്റുപാടും അത് കെട്ടിടമാണ്. ഈ അന്ന് ഏതോ കാർപ്പറേറ്റ് ജോലിക്കാർ 8 അടി നീളമുള്ള ഒരു പ്ലൈവുഡ് എടുത്തിട്ട് അതിന് 4 അടി മാത്രം അടിയിൽ സപ്പോർട്ട് കൊടുത്തിട്ട് 4 അടി എയർവെല്ലിനേക്ക് തള്ളിവിട്ട്
തട്ടടിച്ച് വെച്ചു. സാധാരണ അങ്ങ് ചെയ്യാൻ പാടില്ലാത്തതാണ്, അവിടെ മുറിച്ച് കളയേണ്ടതാണ്. എന്നാൽ അത് ചെയ്യാതെ അവർ ശ്രദ്ധിക്കാതെ 4 അടിക്ക് മാത്രം അടിയിൽ സപ്പോർട്ടുണ്ട്, ബാക്കി 4 അടി ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ചെറിയൊരു ഭാരം അങ്ങേ അറ്റത്ത് വീണാലും താഴെ വീഴുന്നൊരു സ്ഥിതിയാണ്. ഇത് ശ്രദ്ധിക്കാതെ ഞാൻ ജോലിയുടെ കാര്യങ്ങൾ മറ്റാർക്കോ പറഞ്ഞു ചെയ്യിക്കാനായിട്ട് ഈ 4 അടിക്ക് വെളിയിൽ കൂടെ നടന്ന് നീങ്ങുകയും ഈ പ്ലൈവുഡിൻ്റെ ഭാഗം നേരെ താഴേക്ക് വളഞ്ഞു. ഞാൻ പെട്ടെന്ന് താഴേക്ക് വീണു. 4 നിലയ്ക്ക് താഴെ, അത് താഴെ കോൺക്രീറ്റാണ്, അവിടെ ഒന്ന് വീഴേണ്ടതാണ്. എന്നാൽ ഇന്നും എന്നെ ദൈവത്തെ അധികം സ്തുതിപ്പാൻ ഉതകുന്ന ചിന്ത തരുന്ന ഒരു അത്ഭുതം, അവിടെ ഒരു പില്ലറിൻ്റെ കമ്പി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ആ പില്ലറിൻ്റെ കമ്പിയിൽ ഒരു കൈ കൊണ്ട് ഞാൻ പെട്ടെന്ന് പിടിച്ചു. ആ കമ്പിയിൽ പിടിച്ചു തൂങ്ങി അവിടെ കിടന്നില്ലായിരുന്നെങ്കിൽ, അന്ന് ആ ഒരു ബലം ദൈവം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറ്റ കൈയിൽ എൻ്റെ ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റിനെ തൂക്കി നിർത്താൻ ദൈവം കൽപ്പ് തന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ തൂങ്ങി കിടന്നു എന്നുള്ളതല്ല, ദൈവം തൻ്റെ ദൂതനെ തന്നെ അയച്ച് താങ്ങി എന്നാണ്. 4 നില നിന്ന് താഴെ വീണ് കോൺക്രീറ്റിന് മുകളിൽ വീണ് അന്നേ ഞാൻ ഈ ലോകത്തിന് മാറ്റപ്പെട്ടതിനെ. അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഓർക്കുമ്പോൾ ഇപ്പോഴും ദൈവത്തെ സ്തുതിക്കും, അപ്പോൾ തന്നെ മാനുഷികമായ നിലയിൽ ഞെട്ടുകയും ചെയ്യുന്ന ഒരു അപകടമാണ്. അത് ദൈവം എന്നെ അത്ഭുതമായി പിടിച്ചു. അങ്ങനെ ഒട്ടനവധി അപകടങ്ങൾ പറയാനുണ്ട്, എന്നാൽ ഒന്ന് ആ നിലയിൽ പറയുന്നു. മറ്റൊന്ന്, യാത്രയിൽ വെള്ളിയാഴ്ചകൾ ആരാധനയ്ക്ക് പോകാൻ സൗകര്യം ഉണ്ടായിരുന്നു, പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ദിവസം ആരാധനയ്ക്ക് പോകുമ്പോൾ അന്ന് ടാക്സിയിലാണ് യാത്ര ചെയ്യുന്നത്. അന്ന് ടാക്സികൾക്കും വസ്തുത ഇന്നുള്ളതുപോലെ എല്ലാ ടാക്സികളിലും AC ഇല്ല. AC ഉള്ള വണ്ടികൾ അന്ന് വളരെ കുറവാണ്. അന്ന് അവിടുത്തെ ആളുകൾക്കൊക്കെ AC ഉണ്ട്, മറ്റു ഉന്നതന്മാരായ ജോലിക്കാർക്ക് AC വണ്ടി ലഭിക്കും എന്നുള്ളതല്ലാതെ എല്ലാവരുടെ വണ്ടി AC അല്ലായിരുന്നു അന്ന്. അപ്പം ഞങ്ങൾ പോയ ടാക്സിയിലും AC ഇല്ല, ഗ്ലാസ് എല്ലാം താത്തിട്ടിട്ടാണ് യാത്ര ചെയ്ത് പോകുന്നത്. 3 വരി പാത ഒരു സൈഡിലേക്കുള്ള ഒരു റോഡിൽ യാത്ര ചെയ്ത് ഒരു സിഗ്നലിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങളുടെ വണ്ടിയാണ് 3ാമത്തെ ട്രാക്കിൽ ഏറ്റവും മുമ്പത്, 1, 2, 3, 3ാം ട്രാക്കിൽ ഏറ്റവും മുൻപായിട്ട് ഞങ്ങളുടെ വണ്ടിയാണ്. റെഡ് സിഗ്നൽ കഴിഞ്ഞു, യെല്ലോ, പിന്നീട് ഗ്രീൻ ആയി. വണ്ടികളെല്ലാവരും മുമ്പോട്ടെടുത്തു. വണ്ടികൾ മുമ്പോട്ടെടുത്തപ്പോൾ നേരത്തെ സിഗ്നൽ ഗ്രീൻ ആയി കിടന്നിട്ട് പിന്നെ റെഡായ ആ റോഡിൽ കൂടെ, ക്രോസ് റോഡിൽ കൂടെ ഒരു യൗവനക്കാരൻ, ആ സ്വദേശി, അവിടുത്തെ ആളാണ്, അതിവേഗത്തിൽ പാഞ്ഞു വന്ന് ഞങ്ങളുടെ മുൻപിൽ കൂടെ ഞങ്ങളുടെ വണ്ടി മുട്ടിയില്ല എന്നുള്ള നിലയിൽ പോയി. വാസ്തവത്തിൽ 3ാമത്തെ ട്രാക്കിലായതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ കയറിയത്. ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിക്കാരൻ അത് കണ്ടു, പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ അത് കണ്ടില്ല. അവൻ വളരെ പാഞ്ഞ് പോയതുകൊണ്ട് അത് കണ്ടതുമില്ല. അവിടെ മുട്ടിയില്ല എന്ന സ്ഥിതിയിലെത്തി. അതല്ല അവിടുത്തെ അത്ഭുതം നടന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിന് ഗ്ലാസ്സൊക്കെ, ഡോറിൻ്റെ ഗ്ലാസ്സുകളൊക്കെ താത്തിട്ടിരുന്നതാണ്. വണ്ടികളെല്ലാം, പല ട്രാക്കുകളിലുള്ള വണ്ടികൾ ബ്രേക്ക് പിടിച്ച് നിർത്തി, വലിയ ശബ്ദത്തോടുകൂടെ വണ്ടികളെല്ലാം നിർത്തി. എന്നാൽ കുറച്ച് മുൻപോട്ട് പോയി വണ്ടി നിർത്തി പുറത്തിറങ്ങിയപ്പോഴുണ്ട് എൻ്റെ ഷർട്ടിൻ്റെ ഈ വലത് ഭാഗം ഒരു പർപ്പടകത്തിൻ്റെ വിസ്താരത്തിൽ തീ കത്തി എന്ന് പറഞ്ഞാൽ അടുത്ത ട്രാക്കിലുണ്ടായിരുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടിയപ്പോൾ ആ ടയർ ഉരഞ്ഞ് അതിൽ തീയ എൻ്റെ വസ്തുതയിൽ വന്ന് വീണതാണ്. ഞാൻ പറഞ്ഞത്, വളരെ ഗുരുതരമായ അപകടം നേരിടാമായിരുന്ന സ്ഥാനത്ത് സർവശക്തനായ ദൈവം അത്ഭുതമായി അവിടെയും വഴി നടത്തി, അല്ലെങ്കിൽ സൂക്ഷിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്കതും ഇന്നും ഓർക്കുമ്പോൾ മനുഷ്യമായ നിലയിൽ ഞെട്ടിലുളവാക്കുന്നു. എന്നാൽ ദൈവത്തെ അധികം സ്തുതിപ്പാൻ ഉതകുന്നതുമായ അപകടമാണ്. ഇങ്ങനെ എത്ര അപകടങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്ന് ചോദിച്ചാൽ എണ്ണമില്ലാത്ത നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കാണാൻ ആ ജീവിതത്തിൽ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവ കൃപയാൽ എൻ്റെ പ്രവാസ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിൽ ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ 1-2 അപകട സന്ദർഭങ്ങളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹെൽപ്പറായിട്ടാണ് വാസ്തവത്തിൽ തുടങ്ങുന്നത്. 8.5 വർഷം, ഏതാണ്ട് 9 വർഷത്തോളം, 8.5 വർഷമാണ് ഞാൻ പ്രവാസിയായിട്ട് ഇവിടെ പ്രവർത്തിച്ചത്. 3 വർഷങ്ങൾ ആരംഭത്തിൽ ആ ജോലിയിൽ തന്നെ തുടർന്നു. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ദാവീദിനെ ഉയർത്തിയതുപോലെയൊന്നോ മോശയെ ഉയർത്തിയതുപോലെയൊന്നോ അങ്ങനെ മറ്റു പലരും എടുത്തെടുത്ത് പറയാനുണ്ടല്ലോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫോർമാനായിട്ട് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ പോലും പിന്നീട് എൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ സ്നേഹത്തോടെ, ആ പഴയ ബഹുമാനത്തോടെ തന്നെയാണ് അവരോട് ഇടപെട്ടുള്ളത്. ഒരിക്കലും ഞാൻ മറ്റൊരു നിലയിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും ഞങ്ങളിനി എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം, ഏത് പണി ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോടൊന്ന് ചോദിക്കത്തക്ക നിലയിൽ ദൈവം എന്നെ ഉയർത്തിയത്
എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാണ്. അവരവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയോ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോയി ചെയ്തപ്പോൾ ഞാൻ ഉയർന്ന ഫോർമാൻ സ്ഥാനത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്രയും അതിശയോക്തി തോന്നുകയില്ല. എന്നാൽ അവരെല്ലാവരും ആ സ്ഥാനത്ത് എന്നോടൊപ്പമുണ്ട്, എന്നോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഉണ്ട്. പക്ഷേ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം ഫോർമാനായി പ്ലാനുകളെല്ലാം ഒരു മിനി എൻജിനീയറുടെ പൊസിഷനിലേക്ക് ദൈവം എന്നെ ഉയർത്തി എന്നുള്ളതാണ് ഭൗതികമായ കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ള വസ്തുത. ആയതുപോലെ ആത്മീയമായി ഞാൻ പറഞ്ഞാൽ ബാല്യകാലത്തിൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ച് ദൈവ സ്നേഹം ഒക്കെ അറിഞ്ഞ് ഭക്തിയിൽ ജീവിക്കാൻ ഇടയായി തീർന്നെങ്കിലും അവിടെ ചെന്ന ശേഷം ആത്മീയമായി ഒരുപാട് തലങ്ങളിലേക്ക് എനിക്ക് ഉയരാൻ ഇടയായി തീർന്നത് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പലപ്പോഴും പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, ആത്മീയ കാര്യങ്ങളിൽ പലരും നേതൃത്വം നൽകുവാൻ. അപ്പോൾ തന്നെ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെയും സ്നേഹം വാസ്തവത്തിൽ ദൈവസ്നേഹം വാസ്തവത്തിൽ എന്താണെന്ന്, ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അത് ദൈവമക്കളിൽ കൂടെ എങ്ങനെ വെളിപ്പെടുന്നുവെന്ന് എനിക്ക് അനുഭവമായത് ഗൾഫിൽ ചെന്നാണ്. അത് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റിയ സമയമെന്നും ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ പറ്റിയ സമയമെന്നും ഞാൻ പഠിച്ചതും അനുഭവിച്ചതും അവിടെ ചെന്നപ്പോഴാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ടായി, വിഷമങ്ങൾ പലതുണ്ട്, മനോഭാരങ്ങൾ പലതുണ്ട്, ജോലിയുടെ മറ്റു പല നിലകളിലും ബദ്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളും പലതുണ്ട്. അപ്പോഴാണ് ദൈവത്തിൻ്റെ കരം ഇത്രയും പ്രവർത്തിക്കുമല്ലോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ, പ്രവാസ ജീവിതത്തിലാണ് ദൈവം തന്നിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പ്രത്യക്ഷമായി അറിയാൻ കഴിഞ്ഞു. അതിന് മറ്റൊരു കാരണം, നാട്ടിലായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ പരിചരണത്തിലാണ്, അവരാണെല്ലാം, നമ്മൾ അവരുടെ കീഴിലാണ്. എന്നാൽ അവിടെ ആയപ്പോഴാണ് നമുക്ക് ആവശ്യം വന്നത് ദൈവത്തെ. വാസ്തവത്തിൽ ഞാൻ അവിടെ ആയിരുന്നപ്പോഴാണ് എൻ്റെ ദൈവത്തെ കൂടുതൽ എനിക്ക് ആവശ്യമായി വന്നത്, ദൈവം എൻ്റെ അടുക്കിലേക്ക് വന്നതായിട്ടും ദൈവം എനിക്ക് പ്രവർത്തിച്ചതായിട്ടും മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാൻ ഇടയായി തീർന്നത്. തൊണ്ണൂറ്റിയൊന്നിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ ദൈവം അവിടെ വെച്ച് എന്നോട് കുറേ കൂടെ ഹൃദ്യമായി സംസാരിച്ചു. അന്നാ ഞാൻ പഠിച്ചത് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം സംസാരിച്ചു, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു താൽക്കാലികമായ ഒരു അനുഭവത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിൻ്റെ ഭവനത്തിൻ്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ്. ഇനി നീ നാട്ടിലേക്ക് പോകണം, പോയിട്ട് എനിക്ക് നിന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട് എന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ആ നിലയിൽ ജോലി റിസൈൻ ചെയ്ത്, വിസ ബാക്കി ഉണ്ടായിരുന്നെങ്കിലും ആ വിസ ക്യാൻസൽ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. എന്ന് കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്ക് അവസരം ഏൽപ്പിച്ചുകൊണ്ടിരുന്നൊരു കർത്തദാസനായി, ഒരു പാസ്റ്ററായി, ഒരു സെൻട്രൽ പാസ്റ്ററായി പ്രവർത്തിപ്പാൻ ദൈവം എനിക്കിടയാക്കി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം അന്ന് എന്നെ മരുഭൂമിയിൽ നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. തൻ്റെ വേലയ്ക്ക് എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന് അതിലുപരി നന്ദി പറയാൻ. മോശയുടെ അനുഭവം പോലെ മോശ മിസ്രൈമിൽ ഒരു 40 വർഷം സുഖലോലമായ ജീവിതം നയിച്ചു കൊട്ടാരത്തിൽ. അതിനുശേഷം 40 വർഷം മായപ്പിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലായിരുന്നു. അവിടെ വെച്ച് മോശയ്ക്ക് നല്ല പഠനം, നല്ല ട്രെയിനിങ് ദൈവം കൊടുത്തിട്ട് പിന്നീടൊരു 40 വർഷം ഇസ്രായേൽ ജനത്തെ നയിപ്പാനായി തിരഞ്ഞെടുത്തതുപോലെ എന്നെയും എൻ്റെ ബാല്യകാലം മാതാപിതാക്കളോട് ഒരുമിച്ച് അതിനുശേഷം മരുഭൂമിയിലേക്ക് അയച്ച് പ്രവാസിയായി ഒരു 8-9 വർഷങ്ങളോളം എന്നെ ധാരാളം ജീവിതം പഠിപ്പിച്ചു. മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം, മറ്റുള്ളവരുടെ എങ്ങനെ സഹവർത്തിക്കണം, അത് ജാതിമത ഭേദമെന്നെ എല്ലാവരും ഒന്നുപോലെ എങ്ങനെ കാണാൻ കഴിയും, എങ്ങനെ മറ്റുള്ളവരെ എനിക്ക് സഹായിക്കാൻ കഴിയും, ഇതെല്ലാം എന്നെ പഠിപ്പിച്ച ശേഷം വീണ്ടും തൻ്റെ വേലയ്ക്ക് എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ആ ദൈവത്തിന് സകല മാനം മഹത്വം പുകഴ്ചയും നന്ദിയും അർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.